ഇല്ലാതെ പോയ ആരുമില്ല. എന്തൊക്കെ PR കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഷാനവാസ് ഒക്കെ PR കൊടുത്ത കാര്യം സമ്മതിക്കത്തില്ല. അത് എന്തൊക്കെയാണ് സമ്മതിക്കത്തില്ല. അതിന്റെ വ്യക്തമായ തെളിവ് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും ഒരു PR-ന്റെ ബലത്തിലല്ല എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. PR കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അനുഭവം ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ജയിച്ചു വിടാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ കാണുന്ന എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യണം ആദ്യമേ. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പ് എന്നുള്ളൊരു പരിപാടി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ഓൾറെഡി മകളെ കുറിച്ച് അമ്മയ്ക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു പേര് വന്നതുകൊണ്ട് അവർക്കും ഒരു അത്ഭുതമൊന്നും കാണത്തില്ല. പക്ഷെ ഇതേ പേര് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എങ്ങനെ അനു കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. വ്യക്തമായ ആ ഒരു ക്യാരക്ടറിനെ വീക്ഷിച്ചത് കൊണ്ടാണ് ആ കറക്റ്റ് അമ്മ ഉദ്ദേശിച്ച അതേ പേര് തന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം ബിഗ് ബോസിനകത്ത് അനുവിന് പറയാനായിട്ട് സാധിച്ചത്. അത് തന്നെ ഒരു ആസ്ഥാന പേരായിട്ടും കട്ടപ്പയായിട്ടും അല്ലെങ്കിൽ മറ്റു പല പേരുകളൊക്കെ ആയിട്ട് ആ പെൺകുട്ടിക്ക് വരാനുള്ള ഒരു സാഹചര്യം എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് തന്നെയാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസുകൾക്കും ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്കും ഉള്ളത്. കാരണം ഇവർ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇട്ട് തരുന്നുണ്ടേ. PR കൊടുത്തിട്ട് പറയും PR ഇല്ലെന്ന്. ഞങ്ങൾ PR കണ്ടിട്ടില്ല, PR അയൽവക്കത്തുണ്ടായിരുന്നു, ആ വഴി കൂടെ പോയിട്ടുണ്ട്, PR-ന്റെ ഫുൾ ഫോം എന്തുവാ, ഈ നാട്ടിൽ ആരാ PR ചെയ്യുന്നത്, ഒരു കപ്പ് കിട്ടിയപ്പോഴത്തേന് PR-ന്റെ ബലം കൊണ്ടാ കപ്പ് കിട്ടിയതെന്ന് എനിക്കറിയാൻ വയ്യ. PR കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നുണ്ടെങ്കിൽ കപ്പ് കിട്ടുമായിരുന്നോ സഹോദര അല്ലെങ്കിൽ സഹോദരി? എന്ത് വേണേലും നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചധികം നല്ല ക്ലിപ്പുകളായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവന്മാര് ഒരെണ്ണം പോലും വിടാതെ വ്യക്തമായിട്ട് എന്റെ വീഡിയോയ്ക്ക് അത് ഹൈപ്പ് കൃത്യമായിട്ട് കൊടുത്തോണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ RJ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ലൈവ് കണ്ടപ്പോഴത്തേനുണ്ടല്ലോ ചിരി അടക്കാൻ പറ്റാത്ത ലൈവായിരുന്നു. ആ ലൈവിനകത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് RJക്ക് അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. അതിന്റെ ഒരു കുറച്ച് ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളും കൂടെ കണ്ടൊന്ന് ചിരിച്ചേക്ക്. ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. യൂട്യൂബിൽ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണണം. കമന്റ്സ് എല്ലാം നിങ്ങൾ ഇടണം. നിങ്ങൾക്ക് പറയാനായിട്ടുള്ള എല്ലാം പറയാൻ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഫ്രീഡം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ തന്നെയാണ് ചോദിക്കുന്നത്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. അത്തരത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിനകത്ത് കമന്റ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. അല്ലാതെ വീഡിയോക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അഭിപ്രായമുള്ളത് എല്ലാം കമന്റിലങ്ങ് ഇടാന്ന് പറയുന്നതല്ല. അതാരും വായിക്കത്തില്ല. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വായിക്കും, നീ ഉൾപ്പെടെ വായിക്കും. ഇതല്ല ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം. അല്ലാതെ വേറൊരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ അല്ലല്ലോ. ഉദ്ദേശം വീഡിയോയുടെ പ്രൊമോഷനാ, അല്ലാതെ ലൈവിലെ കമന്റ് ഒന്നും അല്ല. പറയാം, ഷെയർ ചെയ്യാം. അത് നമ്മൾ ഫണ്ണായിട്ട് തന്നെ എടുക്കത്തുള്ളൂ. സീരിയസ് ആക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും 90% നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എല്ലായിടത്തും. സോ നിങ്ങൾ കമന്റ്സ് ഇടണം, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് അപ്പൊ നിങ്ങൾ ഇനി ഇതുവരെ എന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണ്ടിട്ടില്ലെങ്കിൽ RJ ബിൻസി ഒന്ന് നോക്കണം. കുറെ എക്സ്ക്ലൂസീവ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് അപ്പാനി ആൻഡ് ടോദിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട്. രേണു സുധിയുടെ കുറച്ച് കോണ്ടന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജിസേലായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, സാബുമാനായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. എന്റെ പോയിന്റ് മംഗള, ഇതൊക്കെ എന്തുവാ മനസ്സിലായില്ല. നിങ്ങൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തേക്കുന്നത് നിങ്ങളെ വാർത്തകേട്ടത്തൊന്നും രാഷ്ട്രപതിയുടെയും അല്ലെങ്കിൽ വേൾഡ് നേച്ചറും എന്റെ ലോക ട്രിപ്പ് നടത്തിയതിനു ശേഷം അത്യത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ചധികം സാധനങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇതുവരെ ആരും കാണാത്ത വളരെയധികം ലോക സീക്രട്ട് ആയിട്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഒന്നയിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, അൽപ്പാനി ചരിത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ, രേണുസുതിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. ഇടയ്ക്കിടയ്ക്ക് RJ ബിൻസിയെ മറ്റേ റേഡിയോ ജോക്കിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് മറ്റേ മൈക്കിനകത്ത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് ഒക്കെ കൊണ്ടുപോകുന്നിടായി. അപ്പൊ പിന്നെ ഞാൻ ഒന്ന് വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ കൊച്ചിന്റെ വീഡിയോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ശകലങ്ങൾ എവിടെയാണ് കിടക്കുന്നത് ഒന്ന് കണ്ടു നോക്കാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഓടി വന്ന് വീഡിയോയ്ക്കകത്തേക്ക് എത്തി. വീഡിയോ മുഴുവനായിട്ട് കാണും കേട്ടോ. ഇവിടെ മാത്രമല്ല, നമ്മൾ ഷാനവാസിക്കയുടെ വീട്ടിലോട്ടും കൂടെ അത് പോകുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ. ശരിക്കും ഗെയിം പഠിച്ചിട്ട് വന്ന ആള്. നമ്മൾ പറയാം അനീഷ് ചേട്ടനാ പഠിച്ചിട്ട് വന്നത്. അനുനറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം, ഏത് രീതി നിൽക്കണം, എങ്ങനെ വോട്ട് കിട്ടും, എങ്ങനെ സെന്റിമെന്റ്സ് കിട്ടും, ആ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതെ, അത് വെച്ച് അനു അങ്ങ് റീച്ചായി. എന്തായാലും കപ്പ് അനു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പൊ ഞങ്ങള് റീഎൻട്രിക്ക് അതാണ് കളി. ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ബിഗ് ബോസിൽ എത്തിപ്പെട്ട് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും വിചാരിക്കുന്ന ഒരു സാധനം ഇതാണ്. കളി എന്താന്ന് മനസ്സിലാക്കണം, എങ്ങനെ കളിക്കണമെന്ന് ആലോചിക്കണം, 100 ദിവസം എങ്ങനെ നിൽക്കണമെന്ന് ആലോചിക്കണം, ഏത് രീതിയിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് കപ്പടിക്കണമെന്ന് ആലോചിക്കണം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് അറിയാം, നിങ്ങളെ പോലെ കുറച്ചധികം മത്സരാർത്ഥികളെ വലിയൊരു തോൽവിയാണ് മനസ്സിലാവുന്നത്.
കയറി സൈലന്റ് ആയിട്ടിരുന്നാലും അനു അവിടെ ഒറ്റപ്പെടൽ കാണിക്കും. ഇപ്പൊ അനുവിനെ എത്ര പ്രാവശ്യം ഞാനൊക്കെ വീട്ടിലോട്ട് ഇപ്പൊ ചെന്ന് കയറിയ സമയത്ത് അനുവിന്റെ അടുത്ത് മനസ്സില്ല, ഞാൻ അനുമോളെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഇപ്പൊ അനു തന്നെ ഞങ്ങളുടെ അടുത്ത് എന്റെ അടുത്തൊക്കെ അനു ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, അല്ലാണ്ടും പറയുന്നുണ്ട്, അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് 16 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം. പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു, ശൈത്യ പറയുന്നു, ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, എന്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത്. പക്ഷെ അനുവിനത് ഓർമ്മയില്ല. അതിനുശേഷം ഇവർക്ക് ഇപ്പോഴും കളി എന്തോന്ന് മനസ്സിലായില്ല. ആ കൊച്ചു പറഞ്ഞു കാണും, അത് നീയൊക്കെ വീണ്ടും എടുത്തു വെച്ച് ഇതുപോലെ പറഞ്ഞു തന്നെ ഹേർട്ട് ചെയ്യാനായിട്ട് ഇട്ടൊരു സാധനം, അതും പിടിച്ചോണ്ട് അത് പറഞ്ഞിടം തൊട്ട് ഇറങ്ങുന്ന 100ാമത്തെ ദിവസം വരെ ബിഗ് ബോസിനകത്ത് ചർച്ച ഉണ്ടാക്കി കൊടുത്തില്ലേ അത്. അപ്പൊ ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ എതിർത്തും വന്നു. പിന്നെ അതിനെ ഒറ്റപ്പെടുത്താനായിട്ട് ഇതൊരു കാരണമാക്കി നിങ്ങളും എടുത്ത്, അതും അത് ഒറ്റപ്പെടാനായിട്ടൊരു കാരണമായിട്ട് ഇതായിട്ട് എടുത്ത്. കളി മനസ്സിലാക്കണം, അത് വ്യക്തമായി കളിച്ചു. നിങ്ങളുടെ ദേഷ്യം എന്താണോ, നിങ്ങളുടെ വികാരം എന്താണോ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എന്താണോ, നിങ്ങളുടെ ഇഷ്ടമില്ലായ്മ എന്താണോ, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അത് വെച്ചിട്ട് അത് കളിച്ച് കപ്പെടുത്ത് അത് തന്നെ വീണ്ടും ഇന്റർവ്യൂ വന്നിട്ട് അവസാനിപ്പിച്ച് ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ അവസാനിപ്പിച്ച് കളയണം. കളി അവിടെ കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവന്നിട്ട് ഇതൊരു കോണ്ടന്റ് ആയിട്ട്. ലാലേട്ട വന്ന എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും. ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിനു ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മുടെ ശൈത്യ എടുത്തുണ്ട്. ശൈത്യ വരുമ്പോ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ ശൈത്യയുടെ കയ്യിലോ നിങ്ങളെല്ലാം ഒന്നിച്ചല്ലായിരുന്ന ബിഗ് ബോസിൽ പോയത്? ശൈത്യ മൊബൈൽ നോക്കിയതിന് ശേഷമാണോ അതിനകത്ത് കയറിയത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഗെയിമിന്റെ ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഇത് അനുവിനുള്ളതാണെന്നുള്ളത്. വ്യക്തമായിട്ട് ഇപ്പൊ പറയുന്നുണ്ടോ, ഗെയിമിന്റെ ഒരു ട്രാക്ക് പോയപ്പോ മനസ്സിലായി ഇത് അനുവിനുള്ളതാണെന്ന്. പിന്നെ എന്ത് അടിസ്ഥാനത്തില്, എന്ത് വിവരമില്ലായ്മയുള്ള അടിസ്ഥാനത്തിലാണ് വന്നിരുന്ന് പറയുന്നത് PR വർക്ക് കൊണ്ട് മാത്രം വിജയിച്ചെന്ന്? അപ്പൊ അകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കപ്പ അനുവിന് തന്നെയാണെന്നുള്ളത്. അപ്പൊ അവള് കളിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അവളവിടെ ഒരു കളി കാഴ്ച വെച്ചെന്ന് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഈ കിടന്ന് പറയല്ലേ? കോൺഫിഡൻസോടെ ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം, അത് പൈസയുടെ പവർ എന്ന് വേണേ നമുക്ക് പറയാം. അയ്യേ, നീ തന്നെ RJ ബിൻസി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ബിൻസി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കളി പോയിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കപ്പ് അനുവിനുള്ളത് തന്നെയാണെന്നുള്ളത്. 16 ലക്ഷം കൊടുത്തതിന്റെ കാര്യം പറഞ്ഞപ്പോ പൈസ ഉള്ളതുകൊണ്ട് ആ കപ്പ് അതിന് കിട്ടുമെന്ന്. പിന്നെ എന്ത് വ്യക്തതയുള്ളത്? എന്ത് വ്യക്തത? ഒന്ന് ഇരുത്തി ചിന്തിക്കുക, അല്ലെങ്കിൽ നിന്നെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്ത് വ്യക്തതയുള്ളത്? പറയുന്നതിനകത്ത് എന്ത് ക്ലാരിറ്റിയാണ് ഉള്ളത്? ഓൾറെഡി നിങ്ങൾ പറഞ്ഞതാണ് ശരി. കളി ഏത് രീതി പോകുന്നെന്ന് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി ഈ കളി എങ്ങോട്ട് പോകുന്നുള്ളതാണ്, ഈ കപ്പ് ആർക്കുള്ളതാണെന്നുള്ളൊരു കാര്യം. പിന്നെ അവസാനം നിങ്ങൾ വന്ന ആ കപ്പിലേക്ക് ആ പെൺകുട്ടിയുടെ ദൂരം ഇച്ചിരി കൂടെ അടുപ്പിച്ചു കൊടുത്ത്, ഒന്ന് ബൂസ്റ്റപ്പ് ആക്കി കയറ്റി കൊടുത്ത്. അത് തന്നെ സംഭവിച്ചത്. പിന്നെ കിടന്ന് PR എന്ന് പറയാതെ അവിടെ PR ഇല്ലാതെ പോയ ആരുമില്ല. എന്തൊക്കെ PR കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഷാനവാസ് ഒക്കെ PR കൊടുത്ത കാര്യം സമ്മതിക്കത്തില്ല. അത് എന്തൊക്കെയാണ് സമ്മതിക്കത്തില്ല. അതിന്റെ വ്യക്തമായ തെളിവ് ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുമ്പേ നമുക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ ഇപ്പം തപസ്സൊക്കെ ഇരിക്കാനും അങ്ങനെ ഗംഗാപ്പുഴയിലോ നന്ദിയിലോ സിന്ധുവിലോ എവിടെണ്ടൊക്കെ മുങ്ങാനൊക്കെ പോയിട്ടുണ്ട്. പാവങ്ങൾ കഴുകി കളയാനാണോ തേച്ചരച്ച് കുളിക്കാനാണോ എന്നറിയത്തില്ല. എന്തായാലും അമ്മ പണ്ടേ മകളെ കുറിച്ച് വിലയിരുത്തിയ സ്ഥിതിക്ക് ആ വിലയിരുത്തൽ നമുക്കൊന്ന് കാണാം. എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യണം ആദ്യമേ, പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അമ്മ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. ആദ്യമേ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയോടും ഷെയർ ചെയ്യണം. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാതെ പോയ ഒരു കാര്യമാണ് ഞാൻ ഇന്നിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്വപ്നമുണ്ട്. അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു മോൾ ഏത് രീതിയിലായിരിക്കും പോകുന്നതെന്നും മോളുടെ സ്വഭാവം എന്താണെന്നും. ഇനി അമ്മയ്ക്ക് കിട്ടാൻ പറ്റാത്ത കാര്യം മോളിലൂടെ കിട്ടാനായിട്ട് അമ്മയെ ശ്രമിച്ചു. എന്തായാലും അമ്മയ്ക്ക് കിട്ടാത്ത, അമ്മ ഉദ്ദേശിച്ച് ഇതുപോലുള്ള പേരുകളായിരുന്നു. അമ്മ കട്ടപ്പ, അല്ലെങ്കിൽ കൂടെ നിന്ന് കുത്തി ചതിക്കുന്നു, അമ്മ ഉദ്ദേശിച്ച പോലെ തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു. ഇതൊക്കെ ആയിരിക്കും ഇല്ല ഉദ്ദേശിച്ച കാര്യങ്ങൾ. എന്തായാലും കൊള്ളാം. എന്തായാലും പഴയ ഒരു ഇന്റർവ്യൂ എങ്കിലും ഇത്തവണെങ്കിലും അർത്ഥവത്തായിട്ട് വന്നത് വളരെയധികം നന്നായിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഷാനവാസിക്കയുടെ ഒരു ചെറിയ ലൈവിലേക്ക് ഒന്ന് പ്രവേശിക്കാം. എല്ലാ കാര്യങ്ങളും ചേട്ടൻ ലൈവിൽ പറയുന്നില്ല കേട്ടോ, കാരണം കുറച്ചധികം കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറയാനായിട്ട് മാറ്റി വെച്ചു. ഇവരെല്ലാം ഇന്റർവ്യൂ കേന്ദ്രീകരിച്ച് വന്നതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഈ 100 ദിവസം രച്ചത്. ഭയങ്കര അതിജീവനായിരുന്നു. നിങ്ങൾ കണ്ടിരിക്കും ഞങ്ങളുടെ അവസ്ഥ. ഏത് സീസൺ പോലെയല്ല ഈ സീസൺ. പക്ക പറഞ്ഞ പോലെ കഴിഞ്ഞ സീസൺ പോലെ അല്ല ഈ സീസൺ. എനിക്കറിയാൻ ഇതെന്തോ മറ്റേ ശബരിമലയ്ക്ക് പോകുന്നല്ലോ എല്ലാ സീസണിലും ഒരാൾ പോകാനായിട്ട്. നിങ്ങൾ ഈ സീസണിലല്ല പോയുള്ളൂ, അതിന് മുമ്പ് എത്ര ആൾക്കാർ പോയിട്ടുണ്ട്. അവർക്കറിയാം ഏത് സീസൺ എങ്ങനെയാണെന്നുള്ളത്. പഴയ സീസൺ പോലല്ല. പഴയ സീസണിൽ പുള്ളി കളിക്കുമെന്ന് എല്ലാ വർഷവും മലയ്ക്ക് പോകുന്നുണ്ട്, ഇരുമുടി കിട്ടി പോകുന്നുണ്ട് ഓരോ സീസണിലായിട്ട്.
എന്ത് മനുഷ്യ പറയുന്നു? ഓരോരുത്തർക്ക് ഓരോ സീസണിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സീസണിലെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ച് അത്രേ ഉള്ളൂ. 7ന്റെ പണി തന്നെയായിരുന്നു. ഞാൻ 14 കിലോയാണ് ഇവിടെ വന്ന് തൂക്കി നോക്കിയപ്പോൾ കുറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം അവിടെ ഭക്ഷണത്തിൽ ഇതിനൊക്കെ അവിടുത്തെ സർവൈവ് ചെയ്യാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്രത്തോളം കഷ്ടപ്പാടായിരുന്നു. പിന്നെ കഷ്ടപ്പാട് എന്റെ ദൈവമേ, എന്തിനാണോ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇവരൊക്കെ അവിടെ നിന്നത്? ഇറങ്ങി പോകണമായിരുന്നു. രേണു സുധിയെ പോലെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ചോനെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോണമായിരുന്നു. അല്ലാതെ ചുമ്മാ കഷ്ടപ്പാടും പറഞ്ഞത് 14 കിലോ കുറഞ്ഞെന്നൊക്കെ പറഞ്ഞത് കുറെ ചക്കക്കുരു പോലെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ അങ്ങ് പൊക്കോളും. എല്ലാവരും പറഞ്ഞ പോലെ ഒരു പ്രഷർ കുക്കറിലിട്ട് വേവിക്കുന്ന പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതൊക്കെ ആയിട്ട്. ഒത്തിരി സ്ട്രെയിൻ ചെയ്തു, സ്ട്രെസ് എടുത്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ തൂക്കമൊക്കെ കുറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം, അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം. നമ്മളൊരു PR-ന്റെ ബലത്തിലല്ല, നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രമാണ് നമ്മൾ ആ സെക്കൻഡ് റണ്ണറപ്പ് ചെയ്യുന്ന വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തത്. അതിന് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ ഏകദേശം 1 മാസം മുമ്പ് VV ഹിയർ എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തുടർന്ന് ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിലോട്ട് കയറി നോക്കിയപ്പോഴത്തേക്കിന് അതിനകത്ത് PR ഓഫ് ഷാനവാസ് എന്ന് പറഞ്ഞ സാമാനം അങ്ങ് അവരുടെ അടുത്ത് കളഞ്ഞ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത് വ്യക്തമായ സ്ക്രീൻഷോട്ട് എടുക്കുകയും സ്ക്രീൻ റെക്കോർഡ് ചെയ്തും ഈ പുള്ളി അവന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ 1 മാസം മുമ്പ് ഞാൻ വ്യക്തമായിട്ട് എന്റെ വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഇവിടെ ഒന്ന് ഉൾപ്പെടുത്താം ഈ സാധനം. ഞാനിവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഷാനവാസ് വന്ന് PR-നെ പറ്റിയിട്ട് വലിയ രീതിയിൽ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷാനവാസിന്റെ PR ആരാണെന്ന് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഡിജിറ്റലിസം അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് ഷാനവാസിന്റെ PR ഏറ്റെടുത്തിരിക്കുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് അവരുടെ സ്റ്റോറി ഹൈലൈറ്റ്സിനകത്തുണ്ട് PR ഓഫ് ഷാനവാസ് എന്ന്, വോട്ട് ഫോർ ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റ് ഉണ്ട്. പബ്ലിക്കായിട്ട് ഇത്രയും പരിപാടി. ഞാൻ എന്തായാലും ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് കയറിയിട്ട് ഈ ഒരു സംഭവം പറയാൻ സത്യമാണെന്ന് അറിയാമല്ലോ. ഞാനൊന്ന് കയറി അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ സാധിച്ചത് ഇതാണ്. സംഭവം പേജും എല്ലാം ഈ സെയിം തന്നെ. പക്ഷെ അവിടെ എവിടെയും ഷാനവാസിന്റെ സാധനം ഇല്ല. കാരണം അത് മുക്കി. ഷാനവാസിന്റെ PR ആണെന്നുള്ളൊരു കാര്യം അവരത് മുക്കി. പക്ഷെ വോട്ട് ഫോർ മീ എന്നുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഷാനവാസിന്റെ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കണം. നിങ്ങൾ PR വർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തിനാണ് PR ഓഫ് ഷാനവാസ് എന്ന് പറയേണ്ട ആവശ്യം എന്താണ് അവർക്ക്? ഒന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് അറിയണമല്ലോ. എല്ലാരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്തിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ചുമ്മാ കിടന്ന് മെഴുകാതെ തോൽവി അങ്ങ് സമ്മതിക്ക്. വോട്ടിംഗ് മേഖലയിൽ അനീഷ് നിന്ന സമയത്ത് ഷാനവാസിക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജനസീരിയലുകളുടെ ഇടയിൽ മാത്രമേ എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അല്ലാതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ കാണുന്ന ഓഡിയൻസിന്റെ അതിന്റെ ഫാൻ ബേസിലേക്ക് എത്തിപ്പെടാനായിട്ട് ഷാനവാസിന് സാധിച്ചില്ല. ചിലപ്പോൾ ആദ്യത്തെ വീക്കുകളിൽ സാധിച്ചേക്കാം. പക്ഷെ അതിനുശേഷം ഇതൊരു സീരിയൽ അല്ല, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ആ ഷോയിൽ ജീവിതം വെച്ച് കളിക്കുകയാണ്. 24/7 ആണെന്ന് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കിന് നിങ്ങളെക്കാട്ടിലും ബഹുദൂരം മുന്നിൽ പല മത്സരാർത്ഥികളും കയറിപ്പോയി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജയം കൃത്യമായിട്ട് വന്നിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ PR എന്നൊക്കെ പറയാം. നിങ്ങൾക്കും PR ഉണ്ടായിരുന്നു, കൊടുത്ത പൈസ പോയെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഒരു മൂലക്കിരുന്നങ്ങ് മോങ്ങിക്കണം. അല്ലാതെ ഇമാതിരി വർത്താനം കൊണ്ട് ഇനി വരരുത്. ഓക്കെ.